നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി രാജ്യത്തുടനീളമുള്ള 1200 ദർഗകളിലും മുസ്ലിം പള്ളികളിലും മൺവിളക്കുകൾ തെളിയിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ബിജെപിയുടെ ന്യൂനപക്ഷ വിഭാഗമായ ന്യൂനപക്ഷ മോർച്ച. ജനുവരി 12-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ദീപോത്സവ് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബിജെപിയുടെ ന്യൂനപക്ഷ വിഭാഗം കൺവീനറായ യാസർ ജിലാനിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 1200ഓളം വലുതും ചെറുതുമായ മുസ്ലിം പള്ളികളിലും അതിനോടൊപ്പം ദർഗകളിലുമാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ദീപാരാധന നടത്തുന്നത് എന്ന് തന്നെയാണ് ജിലാനി പറയുന്നത്. മൺചിരാതുകളായിരിക്കും ഈ മുസ്ലിം പള്ളികളിലും ദർഗകളിലും തെളിക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ദില്ലിയിൽ 36 ദർഗകളും പള്ളികളും ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ജുമാ മസ്ജിദും നിസാമുദ്ദീൻ ദർഗയും ഉൾപ്പെടെയുള്ള പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മെഗാ ചടങ്ങിന്റെ ഭാഗമാവുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി ബിജെപിയുടെ ന്യൂനപക്ഷ മോർച്ച വിഭാഗത്തിന്റെ തലവൻ അറിയിക്കുന്നുണ്ട്. മറ്റ് മതങ്ങളെ ബഹുമാനിക്കണമെന്നാണ് എല്ലാ കാലത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി ജിലാനി കൂട്ടിച്ചേർക്കുന്നു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചടങ്ങാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്നും രാജ്യം മുഴുവൻ ആ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ തങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ഈ ന്യൂനപക്ഷ മോർച്ച വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.